welcome to another brand new episode of AA Vlogs. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് എപ്പിസോഡായിട്ടല്ല. അപ്പം ഞങ്ങളൊരു ട്രിപ്പിന് പോകാൻ ഒരുങ്ങിയേക്കുവാണ്. അപ്പം ഞങ്ങൾ പുതിയ വണ്ടി വാങ്ങിച്ചായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരിടത്തും തന്നെ ട്രിപ്പ് പോയിട്ടില്ല. അപ്പം നമുക്ക് ആ വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിവിടെ അടുത്തൊരു വാട്ടർഫോൾസിലേക്കാണ് പോണേ. അപ്പോൾ അതിനിടയിൽ ഉള്ള കാഴ്ചകളും നമുക്ക് ആ വാട്ടർഫോൾസിൽ പോയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഹായ്. അപ്പം നമ്മുടെ വണ്ടിയുടെ കീ ഇതാണ്. അപ്പം നമ്മൾ വാട്ടർഫോൾസിൽ പോവായതുകൊണ്ട് നമുക്ക് ഈ കീ വേണ്ട, നമുക്കൊരു വാട്ടർ പ്രൂഫ് ആയിട്ടൊരു കീയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ കീ ആണ് നമ്മൾ വാട്ടർഫോൾസിൽ പോകുന്നതുകൊണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഈ വണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ റിവ്യൂ ഒന്നും കാര്യമായിട്ട് പറയാൻ അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ അനൂപ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം ഇതാണ് ഞങ്ങളുടെ പുതിയ വണ്ടി, വോൾവോ XC90. ഈ ഒരു വണ്ടിയുടെ വിശേഷം കൂടെ ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറയാം കേട്ടോ. അപ്പം നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുന്നുള്ളൂ, അപ്പോൾ അത് ഓപ്പൺ ആവും. ഞങ്ങളിത് എൻ്റെ ഒരു സീറ്റ് ലെവലിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കും അനൂപിനും സെയിം ഹൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ലെവലിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹൈറ്റ് ലെവലിലേക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗ് അഡ്ജസ്റ്റഡ് ആവും. അപ്പം നമുക്കിവിടെ ത്രീ മെമ്മറീസ് ഉണ്ട്. അപ്പം 1, 2, 3 ഇത് സീറ്റിങ്ങിൻ്റെ മെമ്മറിയാണ്. സ്ക്രീൻ ഡിസ്പ്ലേ സ്ക്രീൻ എല്ലാം വരുന്നത് നമുക്ക് ലെതർ സീറ്റിംഗ് ആണ്, നാപ്പ ലെതർ സീറ്റിംഗ് ആണ് വരുന്നത്. 7 സീറ്റ് മോഡലാണിത്. ഇത് വോൾവോയുടെ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതാണ് സെക്കൻഡ് സീറ്റിംഗ് വരുന്നത്. ഇവിടെ 3 പേർക്ക് ഇരിക്കാം. ഇവിടെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ബൈക്കിലെ ക്ലൈമറ്റ് കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ബൈക്കിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബൈക്കിലെ 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. പാക്ക് ചെയ്ത് നമുക്ക് ബൈക്കിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രിപ്പിനുള്ളത്. വാട്ടറും ഫുഡും ക്ലോത്ത്സും എല്ലാം അവൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ടേൺ ചെയ്താൽ മാത്രം മതി. വണ്ടി സ്റ്റാർട്ടായി. നമുക്ക് അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഇവിടെ ഡിസ്പ്ലേയിൽ വരും ഇതിൻ്റെ മോഡ് ഏതൊക്കെയാണെന്നുള്ളത്. ഇക്കോ മോഡ്, കംഫർട്ട്, ഓഫ് റോഡ്, ഡൈനാമിക്, അങ്ങനെ 4 മോഡിലുള്ള ഡ്രൈവ് മോഡുകളാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പം കംഫർട്ട് എന്ന് പറഞ്ഞ മോഡിലാണ് നമ്മളിപ്പോൾ വണ്ടി ഇതിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ നോക്കാം. ഡിസ്പ്ലേയിൽ നമ്മൾ ഓരോ മോഡ് മാറ്റുന്നതനുസരിച്ച് ഡിസ്പ്ലേ മാറിക്കൊണ്ടേയിരിക്കും. ഡിസ്പ്ലേയിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് മോഡാണ് ലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഓഫ് റോഡിലാണ് കിടക്കുന്നത്. നമ്മളിപ്പം ഇനി അത് ഡൈനാമിക് മോഡിലേക്ക് മാറ്റിയാണ്. അപ്പോൾ അവിടെ മെൻഷൻ ചെയ്യും ഏത് മോഡിലാണ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ഗേജ്, ഓട്ടോമീറ്റർ എല്ലാം നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിസ്പ്ലേയിലാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ കൺട്രോൾസും ഇതിലാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള കൺട്രോൾസ് എല്ലാം കാണാം. നമുക്ക് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 360 ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാമറ 360 ക്യാമറയാണെങ്കിൽ നമുക്കിപ്പോൾ ബാക്ക് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് മാത്രമാകും. പിന്നീട് നമുക്ക് 360 വ്യൂയിലേക്ക് വീണ്ടും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 360 വ്യൂ നമുക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ക്യാമറയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാമറയിൽ സൈഡാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് കാണാൻ പറ്റുന്നതാണ്.
നമുക്ക് യാത്രക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് പൈലറ്റ് അസിസ്റ്റൻറ്റ്, ലൈൻ കീപ്പിംഗ് അസിസ്റ്റൻറ്റ് എല്ലാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫോൾസിലേക്കാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു മുമ്പേ. അപ്പം ആ ഫോൾസിൻ്റെ പേരാണ് ഹോഗ്സ് ഫോൾസ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു 71 കിലോമീറ്റർ ഫാറാണ്. അപ്പം നോർത്തിലേക്ക് പോകണം. അപ്പം നമുക്കത് GPS സെറ്റ് ചെയ്യാം സിസ്റ്റത്തിൽ. The route is being calculated. Please proceed to the highlighted route. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവറുടെ ഡിസ്പ്ലേയിലും നമുക്കത് വരും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേയിൽ നോക്കാണ്ട് തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് പോകുന്ന വഴി കുറച്ചങ്ങ് കാണാം കേട്ടോ. ഇത് നോർത്ത് വെസ്റ്റ് കൗണ്ടിയുടെ കീഴിൽ വരുന്ന ഒരു പ്ലേസ് ആണ്. നമുക്ക് ഈ വണ്ടിയുടെ ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഞാനിവിടെ മൂൺ റൂഫ് കാണിക്കാം. ഇത് ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ഹെഡ് എൻഡ് മുതൽ സെക്കൻഡ് സീറ്റിംഗ് റോഡ് വരെയുള്ള ലെങ്ത്തിലാണ് ഈ മൂൺ റൂഫ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ചെറിയൊരു ബട്ടൺ ഉണ്ട്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബാക്കിലോട്ട് ആയിക്കോളും. ഫുൾ സ്പേസ് നമുക്ക് ഫുൾ സൺലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് വോൾവോയുടെ XC90 സ്കാൻഡിനേവിയൻ ഡിസൈനാണ്. 4 ഇയർ ആയിട്ട് ഈ ഡിസൈനിലാണ് വോൾവോ XC90 ഇറക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് XC90യിൽ 3 വേരിയൻസ് ആണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു അല്ലേ? ഒന്ന് നമ്മുടെ ഇൻസ്ക്രിപ്ഷൻ മോഡൽ, നമ്മളിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാറ്. പിന്നെ ഒന്ന് ഇൻസ്ക്രിപ്ഷൻ തന്നെ ആ ഡിസൈൻ ഉണ്ട്. പിന്നെ വേറെ വരുന്ന മോഡല് നമ്മുടെ മൊമെന്റം എന്ന് പറയുന്ന മോഡലാണ്. ഇതെല്ലാം തന്നെ ഓൾ വീൽ ഡ്രൈവിലാണ് വരുന്നത്. പക്ഷേ ചിലത് 6 സീറ്റഡ് ആവും. അത് ഓപ്ഷനിലാണ്. 6 സീറ്റ് 7 സീറ്റ് നമുക്ക് ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ നമുക്ക് പാക്കേജുകൾ വരുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യാം പാക്കേജ്. നമുക്ക് ലെതർ സീറ്റ് വേണ്ടവർക്ക് ലെതർ സീറ്റ്, അതുപോലെ ഇന്റീരിയർ കളർ എല്ലാം നമുക്ക് വുഡിൽ വരുന്ന ഡിസൈൻ ഇതെല്ലാം നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എയർ സസ്പെൻഷൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് ആവുന്നുള്ളൂ, നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്ററിൽ 316 ഹോഴ്സ് പവർ ആണ് ഇതിനുള്ളത്. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇത് ഗ്യാസലിനാണ്. പിന്നെ ഇത് T8 മോഡലിൽ മാത്രമാണ് നമുക്ക് ഹൈബ്രിഡ് വരുന്നത്. ഇത് 4 സിലിണ്ടർ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിന് 100 കിലോമീറ്ററിന് 10.6 ലിറ്റർ ആണ് മൈലേജ് പറയുന്നത്. നമുക്ക് ഈ വരുന്ന സ്ക്രീന് 9 ഇഞ്ചാണ്. ഇത് ടാബ്ലറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഇന്റർനെറ്റ്, നാവിഗേഷൻ, ആപ്പിൾ പ്ലേ, ആൻഡ്രോയിഡ് ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വൈഫൈ ഹോട്ട്സ്പോട്ടും ഓർഫോഴ്സ് ക്രിസ്റ്റൽസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക് D ആംപ്ലിഫയർ ആണ്.
ബോവസ് ആൻഡ് വിക്കിൻസ് സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പം 5 മിനിറ്റ്സിൽ നമ്മളിപ്പോൾ അവിടെ എത്തും. അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അല്ലേ ചേട്ടാ? അതെ അതെ. In 600 meters, turn left onto East Back. Continue on East Back line for 800 meters. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, ഇത് ടാർഡ് അല്ല, നമ്മൾ ഫോൾസിലേക്ക് പോകാനുള്ളൊരു വഴിയാണിത്. ഇനിവേ നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ് ഞങ്ങളും ഇത് ഫോൾസ് പോകാനായിട്ട്. In 400 meters, turn right. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഞങ്ങൾക്ക് തോന്നുന്നില്ല മുന്നോട്ട് ഇന്ന് ഞാൻ പാർക്കിംഗ് സൗകര്യം കിട്ടുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പാർക്ക് ചെയ്യാൻ പോവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുറ്റും, നിങ്ങളെ കാണിക്കാതെ. ഇനി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പുറകോട്ട് വരാം. ഓക്കെ, In 200 meters, you will arrive at your destination. അപ്പോൾ അനൂപേട്ടൻ പതുക്കെ പാർക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ 360 ക്യാമറ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ ഹോംസ് ഫോൾസിലെത്തി. അപ്പം ഹോംസ് ഫോൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. ഈ ഫോൾസ് ഉള്ളത് ഒണ്ടാരിയോയിലെ ബ്രൂസ് ഗ്രേക്ക് സിംകോ കൗണ്ടിയിലാണ്. അപ്പം ഇത് ഫ്ലാഷർട്ടൺ എന്ന് പറയുന്നൊരു പ്ലേസിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഈ ട്രെയിൽ, ഒരു ചെറിയ ട്രെയിലുണ്ട്, ആ ട്രെയിൽ വഴി നടന്നിട്ടാണ് നമ്മൾ വാട്ടർ ഫോൾസിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ട്രെയിലിൽ കൂടെ നടന്ന് ഫോൾസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ശരിക്കും ഒരു കാട് പോലെയാണ് അല്ലേ? ശരിക്കും ആളുകൾ അവിടെ എല്ലാം കുളിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് താഴ്ഭാഗമൊക്കെ കാണിക്കാത്തത്. ശരിക്കും ക്യാമ്പിംഗ് ഒക്കെയാണ് നടക്കുന്നത്. സൂക്ഷിച്ചിറങ്ങണം, സൂക്ഷിച്ചിറങ്ങണം. നീ നോക്കി
അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തി. എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ധൃതിയായിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനോട് എന്നെ പിടിച്ചു നിർത്തി, നീ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ അവിടെ വരെ പോയി നോക്കിയായിരുന്നു. വലിയ ഒഴുക്കൊന്നുമില്ല, പക്ഷെ വീഴുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല തിക്കിലാണ് വീഴുന്നത്. നമുക്കിത് താഴോട്ട് പോകണമെങ്കിൽ കുറച്ച് പണിയാണ്, പക്ഷേ എങ്കിലും നമ്മൾ താഴെ ഇറങ്ങും കേട്ടോ. എന്നാ രസമല്ലേ കാണാൻ. വീഴല് സൂക്ഷിച്ചിറങ്ങണം. ജസ്റ്റ് നമുക്കിവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിലൂടെ പിടിച്ചു വേണം ഇറങ്ങാനായിട്ട്. ആൾക്കാരൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര സ്ലിപ്പറി ആയിട്ടാണ് ഇരിക്കുന്നത്. വെരി കെയർഫുൾ. ഓക്കെ, കയറ് മുകളിൽ നിന്ന് ഇങ്ങനെ അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് കയറിൽ നമുക്ക് പിടിക്കാനായിട്ട് ഓരോ നല്ല തണുപ്പാ വെള്ളത്തിന്. ഞാനും ഓർത്തു നമുക്കൊന്ന് കുളിക്കാൻ തന്നെ വിചാരിച്ചാ വന്നേ, പക്ഷെ നല്ല തണുപ്പ് കാരണം ഞാൻ എന്റെ പ്ലാൻ മാറ്റിട്ടോ. നല്ല മിസ്റ്റിലോട്ട് വരുന്നത് മിസ്റ്റ്. ഓക്കെ, അപ്പം ഞങ്ങൾ തിരിച്ച് കയറി പോവാണ്. ഇവിടുത്തെ കുറച്ച് ഡേഞ്ചറസ് ആണ്, ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയ സ്റ്റെപ്പ് പോലെയാണ് ഇവിടെ, നമുക്ക് കാണാമല്ലോ. അത് ഭയങ്കര സ്ലിപ്പറിയാണ് കല്ല്. പിന്നെ കയർ അവരിട്ടിട്ടുണ്ട്, നമുക്ക് ആ കയറെ കൂടെ പിടിച്ച് നമുക്ക് മുകളിലേക്ക് കയറി പോവാം. ഓക്കെ, അപ്പോൾ അൽമനെ ഞാൻ ആദ്യം കയറ്റി വിടുവാണ്. ഇനി അൽമ താഴേക്ക് വരുവാണെങ്കിൽ എനിക്ക് പിടിക്കാമല്ലോ അവളെ. ബാക്കിൽ കാണുന്നത് ഒരു ട്രെയിലാണ്. ഇത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രെയിനിലേക്കൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും കണ്ടാലോ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഈവനിങ്
വാക്ക് പോലെ ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിൽസാണ് അത് കേട്ടോ. ഇത് ശരിക്കും ഒരു കാടിൻ്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കുള്ള വഴി പോലും ശരിക്കും ഇല്ലാത്തത്. ഇതൊക്കെ ഓഫ് റോഡ് പോലത്തെ ഒരു റോഡ്സാണ്. അൽബം അടുത്തെന്നാ തോന്നുന്നു. അൽബം നിന്ന് കിതയ്ക്കുകയാണ്. ചെറിയൊരു കയറ്റം പോലെയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം ഇപ്പം ഇങ്ങോട്ട് നടന്നു. ഇച്ചിരിയോടെ ഉള്ളിലേക്ക് പോയി നോക്കാം, നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. ഇതിലൊരു ചെറിയ വഴി കാണുന്നുണ്ട്, ചുമ്മാ നടന്നു നോക്കാം. കരടിയൊക്കെ കാണും കേട്ടോ. അയ്യോ, ഇതും റോഡിൽ തന്നെ എത്തുന്നതെന്ന് തോന്നുന്നേ. നമുക്ക് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് ട്രെയിൽസ് ഉണ്ട്, അതുവഴിയൊക്കെ ഒന്ന് ചുമ്മാ നടന്നിട്ട് ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു കുറച്ച് നല്ല വാട്ടർ ബാങ്ക് പോലെ. അപ്പം അവിടെ കുറേ മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പം അവിടെ എന്താന്ന് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അവിടെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അപ്പം നമുക്ക് അന്ന് അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലെത്തി. അയ്യോ, കൊതുകൊണ്ട് ഇഷ്ടം പോലെ അല്ലേ? ആനമുഴുപ്പിലുള്ള. ഓക്കെ, നമുക്കിവിടെ ടെന്റ് കെട്ടി താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, അതെ അതെ. നല്ല രസമുണ്ട്. കാരണം ഈ ക്യാമ്പ് ഫയർ തൊട്ടടുത്ത് തന്നെ ഇതുണ്ടോ, ആ വാട്ടർഫോളിലേക്ക് പോകുന്ന ചെറിയ സ്ട്രീമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഹോഗ് ഫോൾസിലേക്ക് പോകുന്ന വഴി നല്ലൊരു വാട്ടർ ബെഡ് കണ്ടായിരുന്നെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ അതിന് മുന്നിലുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് കാണാം കേട്ടോ ഈ എപ്പിസോഡിലെ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഒരു ചെറിയൊരു കുളം പോലെയാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വെള്ളം ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ ആവുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ബോട്ടുമായിട്ട് വരുവാണെങ്കിൽ ബോട്ടിങ് നടത്താനോ അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും ചെറിയ ബലൂണിലൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് ട്യൂബിലൊക്കെ കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ കോവിഡ് ടൈം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുന്നു. വെള്ളത്തിന് നല്ല തണുപ്പാണ്. നമ്മളോർക്കും വെള്ളം കാണുമ്പോൾ നമുക്ക് ചാടാനൊക്കെ തോന്നും, പക്ഷേ നല്ല തണുപ്പാണ്. ഇവരെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കുളിക്കണമെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണെങ്കിൽ പോലും നമുക്ക് കാലെടുത്ത് നോക്കുമ്പോഴല്ലോ ഐസിനകത്ത് കാലെടുത്ത് നോക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മളാരും പ്രിഫർ ചെയ്യാത്ത ഇറങ്ങാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടിയെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല, എന്നാലേ എനിക്കറിയാവുന്നത് വെച്ചുകൊണ്ട് ഞാനും അൽബയും കൂടെ പറയാം. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ എടുത്തത്. ഇതിന് ഫീച്ചേഴ്സായിട്ട് ഞാൻ പറഞ്ഞല്ലോ 360 ക്യാമറാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം നമ്മുടെ ഈ വോൾവോയുടെ എംബ്ലം ഉണ്ടല്ലോ അതിന് അടിയിലായിട്ടാണ്, നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, പിന്നെ 2 മിററിലും വരുന്നുണ്ട്, പിന്നെ ബാക്കിലൊരു ക്യാമറ, പിന്നെ LED ലൈറ്റ്സ് ആണ് വരുന്നത്, വൈറ്റ് കളറിലുള്ള ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രില്ല് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഗ്രില്ലാണ്. പിന്നെ 20 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇവിടെ ക്രോമിയം പ്ലേറ്റിങ് വരുന്നുണ്ട്, അതിൽ ഇൻസ്ക്രിപ്ഷൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോമിയം പ്ലേറ്റിങ് നമ്മുടെ ഡോർ ഹാൻഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ നമ്മുടെ സൈഡ് വിൻഡോസിന് ചുറ്റും ക്രോമിയം പ്ലേറ്റ്സ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ഫിൽ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. വണ്ടി അൺലോക്ക് ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് അടപ്പൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് നോബ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ സെൻസറുകളുണ്ട് നമുക്ക് വണ്ടിക്ക് ചുറ്റും തന്നെ, അതായത് ഇവിടെ എല്ലാം സെൻസറുകൾ നമുക്ക് കാണാം. ഈ സെൻസറുകൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനും റിവേഴ്സ് പാർക്ക് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്കിങ്ങും പാർക്ക് ഔട്ടും ഉണ്ട്, അതിനെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ 9 ഇഞ്ച് ടാബ്ലറ്റിലാണ് നമ്മൾ വണ്ടിയുടെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ അതുപോലെ തന്നെ GPS ഉണ്ട്, FM റേഡിയോസ്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് മ്യൂസിക്സ് കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് പെൻഡ്രൈവ് കുത്തണമെങ്കിൽ പെൻഡ്രൈവ് കുത്താനുള്ള സ്ഥലം നമുക്ക് ഇവിടെ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വുഡൻ ഫിനിഷിംഗ് ആണ് വരുന്നത്. ഈ വുഡൻ ഫിനിഷിങ്ങിൻ്റെ കളറൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്കത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 സീറ്റ് ഹീറ്റഡ് സീറ്റുണ്ട്, അതുപോലെ തന്നെ കൂളിംഗ് സീറ്റുമാണ്, ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ഹീറ്റഡ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഈ വെതറിന് വിൻ്റർ ടൈമിൽ നമുക്ക് ഹീറ്റിംഗ് സീറ്റ് സ്റ്റിയറിംഗ് വീലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് AC ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. അതുപോലെ തന്നെ വിൻഷീൽഡ് നമുക്ക് ഹീറ്റഡ് ആണ്. വിൻ്ററിൽ നമുക്ക് ഹീറ്റഡ് വിൻഷീൽഡ് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് ഇതിൻ്റെ അകത്ത് FM AM റേഡിയോസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള റേഡിയോ ചാനലുകൾ നമുക്ക് റേഡിയോ ഫേവറേറ്റ്സിൽ നമുക്ക് ആഡ് ചെയ്തിടാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് USB ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ കാറിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വാണിംഗ് അലേർട്ട് വരും. നമുക്ക് അതിൽ പോയി നോക്കുവാണെങ്കിൽ ഏത് തരത്തിലുള്ള മെയിൻ്റനൻസ് ആണ്, ഓയിൽ ചേഞ്ച് ആണോ, എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്കിതിൻ്റെ അകത്ത് മെസ്സേജസ് ആയിട്ട് നമുക്ക് സർവീസ് മെസ്സേജസ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം USB കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ കാർപ്ലേ, ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്ലിപ്പറി റോഡുകളിൽ പോകുമ്പം സ്പോർട്ടി മോഡ് യൂസ് ചെയ്യാനായിട്ട് സ്പോർട്ടി മോഡ് യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ലൈൻ കീപ്പിംഗ്, 2 സൈഡിൽ ലൈൻസ് ഉള്ള റോഡുകളിലാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിൽ നിന്ന് വെളിയിൽ പോവാതെ ലൈൻ കീപ്പിംഗ് അലേർട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ലൈനിൽ നിന്ന് വെളിയിൽ പോയാൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലൈനിലേക്ക് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മുടെ സെൻസർ നമ്മളെ പാർക്ക് അസിസ്റ്റൻ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ക്രൂസ് ട്രാഫിക് അലേർട്ട് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ നമുക്ക് വണ്ടികൾ ഏതെങ്കിലും കാറുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സൈഡ് മിററിൽ നമുക്ക് അതിൻ്റെ അലേർട്ട് കിട്ടും. റെഡ് കളറിൽ നമുക്ക് അലേർട്ട് കിട്ടും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പിംഗ്, നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസിൽ നമ്മുടെ വണ്ടി പോകണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എത്ര വണ്ടിയായിട്ടുള്ള അകലമാണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ 360 ക്യാമറ, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചതാണ് 360 ക്യാമറ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പാർക്ക് ഇന്നും പാർക്ക് ഔട്ടും വരുന്നുണ്ട്. നമ്മൾ പാർക്ക് ഇന്നിലേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പാർക്കിംഗ് ലോട്ടോ അല്ലെങ്കിൽ ഒരു പുൾ ഓവർ പാർക്കിംഗ് ഉള്ള സ്ഥലമാണെങ്കിൽ ലൈൻസ് വരച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി പാർക്ക് ഇൻ ചെയ്യും. അതുപോലെ തന്നെ പാർക്ക് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വണ്ടി പാർക്ക് ഔട്ടും ആവുകയും ചെയ്യും. പിന്നെ ഇതിന് അനുവേട്ടാ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇതിന് ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ? ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ബ്രേക്ക് നമ്മൾ എപ്പോഴാണോ നമ്മൾ പാർക്കിങ്ങിലേക്ക് ഇടുന്നത് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ബ്രേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് പാർക്കിംഗ് ഓപ്ഷൻ വരുന്നത്. അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ പാർക്ക് ഇൻ ആവുകയും പാർക്ക് ഔട്ട് ഓഫ് ആവുകയും ചെയ്യും.
അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. നമ്മുടെ പാസഞ്ചർ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ 2 സീറ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിവിടെ വെളിയിലെ ടെമ്പറേച്ചർ ഇപ്പോഴത്തെ ടൈം എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്യൂവൽ റേഞ്ച്, നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ ഇനി എത്ര കിലോമീറ്റർ കൂടെ ഓടാനുള്ള ഫ്യൂവൽ ഉണ്ടെന്നുള്ള ഫ്യൂവൽ റേഞ്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ മീറ്ററിൽ കാണാം 50 മാക്സിമം. അത് നമുക്ക് ഓരോ റോഡിലും എത്ര സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാമെന്നുള്ള സ്പീഡ് ലിമിറ്റ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് നമുക്ക് അവിടെ കാണിക്കും. അതനുസരിച്ച് നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അതുപോലെ തന്നെ ഗിയർ ഓട്ടോമാറ്റിക്കലും മാനുവലും ഉണ്ട്. മാനുവൽ ഗിയർ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിങ്ങോട്ട് ഗിയർ ലിവർ മാറ്റി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഗിയർ പ്ലസ് ആവും, നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മൈനസ് ചെയ്യാനും നമുക്ക് സാധിക്കും. Turn left onto Grey Road 23, County Road 23, signs for Grey Road. നമുക്ക് എങ്ങനെയാണ് ക്രൂസ് കൺട്രോളും പൈലറ്റ് അസിസ്റ്റൻറ്റും സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എത്ര സ്പീഡിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്പീഡിൽ ക്രൂസ് കൺട്രോൾ കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൈലറ്റ് അസിസ്റ്റൻ്റായി നമുക്ക് അവിടെ കാണാം. അവിടെ സ്റ്റിയറിംഗ് വീല് ഗ്രീൻ കളറിലായത് നമുക്ക് കാണാം. നമുക്ക് ഒരു 10 to 15 സെക്കൻഡിന് ഇടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് അലേർട്ട് വരും. അപ്പോൾ ഒന്ന് കൈ വെച്ച് കൊടുത്താൽ മാത്രം മതി, വണ്ടി തന്നെ ഡ്രൈവ് ചെയ്തോളും. നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ കാലും ഫ്രീ ആണ്, കൈയും ഫ്രീ ആണ്. നിങ്ങൾക്ക് കാണാം വണ്ടി വളമൊക്കെ തന്നെ തിരിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്കിവിടെ അപ്ലൈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അലേർട്ട് വന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ കൈയിൽ നിന്ന് സ്റ്റിയറിംഗിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് നമുക്ക് വീണ്ടും കൈ എടുക്കാവുന്നതാണ്. പിന്നെ വണ്ടി തന്നെ ഡ്രൈവ് ചെയ്തോളും. നമുക്കിനിയിപ്പോൾ ക്രൂസ് കൺട്രോൾ അല്ലെങ്കിൽ പൈലറ്റ് അസിസ്റ്റൻറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ക്രൂസ് കൺട്രോളിലേക്ക് മാറി, പൈലറ്റ് അസിസ്റ്റൻറ്റ് ക്യാൻസലായി. അപ്പോൾ നമുക്ക് ക്രൂസ് കൺട്രോൾ വേണമെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് ആവും. ഇവിടെ ഉണ്ടായിട്ട് കാര്യം കൊണ്ടുകൊണ്ട് കാണാം, അല്ലാത്തത് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ടിങ്. അപ്പോൾ ഇന്നത്തെ ഇത് വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ വീണ്ടും വ്യത്യസ്തമായി വരുന്നവരിവിടെ ടേക്ക് കെയർ ആൻഡ് ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.